ഹലോ, വെൽക്കം ടു കറി ലീവ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം വെണ്ടക്കയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള ഒരു അടിപൊളി മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നതെന്ന്. വെണ്ടക്ക ഇങ്ങനെ കനം കുറച്ചിട്ടാണ് അരിയേണ്ടത്. ഉരുളക്കിഴങ്ങാണെങ്കിൽ ചെറിയ ക്യൂബായിട്ടാണ് അരിയേണ്ടത്. മെഴുക്ക് വരട്ടിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇത്. വെണ്ടക്ക ഞാൻ ഏകദേശം ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഒരു വലിയ 2 ഉരുളക്കിഴങ്ങ് എടുത്തത്. ഉള്ളിയാണെങ്കിൽ ഒരു വലിയ ഉള്ളിയാണ് എടുത്തത്. തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നോക്കാം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. ജീരകം പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർക്കാം. ഉള്ളി ഏകദേശം ഒരു ലൈറ്റായിട്ട് ഗോൾഡൻ യെല്ലോ ആവുന്നത് വരെ നമുക്ക് വഴറ്റാം. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഞാൻ ചേർക്കുന്നത്. അതൊരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ ആ പച്ച സ്മെല്ല് പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റാം. അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് ഇളക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഉരുളക്കിഴങ്ങ് വേവുന്നത് വരെ ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഉരുളക്കിഴങ്ങ് ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെണ്ടക്ക ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്ക് വെണ്ടക്കൊക്കെ ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ചും കൂടി ഉപ്പ് ഇതിലേക്ക് ചേർക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. ഗരം മസാല ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഗരം മസാല ചേർത്താൽ കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. നമുക്കിതൊരു 2-3 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അങ്ങനെ വെണ്ടക്കയും ഉരുളക്കിഴങ്ങും കൂടിയുള്ള മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു മെഴുക്ക് വരട്ടിയാണ് ഇത്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. ഓക്കെ, ബൈ.